വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10th പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ നിങ്ങൾ? മൊളാസസ് തടം, അതുപോലെ തന്നെ ഇന്ത്യയിലെ വാതോർജ്ജ നിലയം ഏതാണ്, അതുപോലെ ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാണ്, ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്, പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇതൊക്കെ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നതെന്നറിയോ? +1 സെക്കൻഡ് ചാപ്റ്റർ ജോഗ്രഫിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന എക്സാംസിന് നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് ചാപ്റ്ററാണ്, ഭൂപ്രകൃതി. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഭൂമിയുടെ ഏകദേശ പ്രായം 460 കോടി വർഷമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ന് കാണപ്പെടും വിധത്തിലുള്ള ഭൗമഘടനയും ഭൂരൂപീകരണ പ്രക്രിയകളും രൂപപ്പെടാനുള്ള പ്രധാന കാരണം എന്താണ്? അന്തർജന്യവും ബാഹ്യജന്യവുമായ ഭൗമ പ്രക്രിയകളുടെയും പാർശ്വഫലക ചലനങ്ങളുടെയും പരസ്പര പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അന്തർജന്യവും ബാഹ്യവുമായിട്ടുള്ള കുറേ പരിപാടികൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പാർശ്വഫലക ചലനങ്ങളുടെയും ഒക്കെ ഫലമായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ന് കാണുന്ന വിധത്തിലൊരു ഭൗമഘടനയൊക്കെ ഫോം ചെയ്തിട്ടുള്ളത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യൻ ഫലകം ഭൂമധ്യരേഖയ്ക്ക് തെക്കായിരുന്നു. വളരെ വിസ്തൃതമായ ഇന്ത്യൻ ഫലകത്തിൻ്റെ ഭാഗമായിരുന്നു ഓസ്ട്രേലിയൻ ഫലകം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ ഫലകം പല ഭാഗങ്ങളായി പൊട്ടിപ്പിളർന്നു. ഓസ്ട്രേലിയൻ ഫലകം തെക്ക് കിഴക്ക് ദിശയിലേക്കും ഇന്ത്യൻ ഫലകം വടക്ക് ദിശയിലേക്കും നീങ്ങി. വടക്ക് ദിശയിലേക്കുള്ള ഇന്ത്യൻ ഫലകത്തിൻ്റെ ഈ സഞ്ചാരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഭൗതിക പരിസ്ഥിതിയിൽ കാര്യമായ പരിണിത ഫലങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഫലകം, യൂറേഷ്യൻ ഫലകം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ഹിമാലയം ഫോം ചെയ്തില്ല. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂടി കൂട്ടിമുട്ടിയപ്പോൾ അതിലടിയിലുണ്ടായിരുന്ന തെതിസ് സമുദ്രം സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നിട്ടാണ് നമ്മുടെ ഹിമാലയ പർവ്വതം ഫോം ചെയ്തത്. അപ്പോൾ അതുപോലൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയെ പ്രധാനമായിട്ടും 3ആയി തിരിച്ചിരിക്കുന്നു. ഈ ചാപ്റ്ററിൽ 2 രീതിയിൽ നമ്മുടെ ഭൗമഘടനയെ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് എന്തിൻ്റെയൊക്കെ ബേസിലാണെന്ന് പഠിച്ചു വെക്കുക. ഇതെന്താണ്? ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയയുടെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഉപദ്വീപീയ ഖണ്ഡം, ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം, അങ്ങനെ 3ആയിട്ടാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഉപദ്വീപീയ ഖണ്ഡം, ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. അപ്പോൾ ഈ 3 ഭൗമ വിഭാഗങ്ങളും ഭൗതിക ഭൂപ്രകൃതി ഘടന പിന്തുടരുന്നവരാണ്. ഒന്നാമത്തെ നോക്കാം. ഉപദ്വീപീയ ഖണ്ഡം. ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ ആരംഭം ഡൽഹിക്ക് സമീപം ആരവല്ലി പർവ്വതത്തിൻ്റെ വടക്കേ അറ്റത്ത് കച്ച് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൽഹിക്ക് സമീപം ആരവല്ലി പർവ്വതം നമുക്കറിയാലോ, ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഇന്ത്യയുടെ കാണപ്പെടുന്ന ആരവല്ലി. അതിൻ്റെ വടക്കേ അറ്റത്ത് കച്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഖണ്ഡം, അതിൻ്റെ വടക്കൻ അതിരെന്താന്ന് നോക്കാം. ഗംഗ യമുന നദികൾക്ക് സമാന്തരമായ രാജ്മഹൽ കുന്നുകൾ വരെയും ഗംഗ ഡെൽറ്റ വരെയും ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? ഉപദ്വീപീയ ഖണ്ഡം അല്ലെങ്കിൽ പെനിൻസുലാർ ബ്ലോക്ക്. ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം രാജസ്ഥാനാണ്. ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കായിട്ട് മേഘാലയ പീഠഭൂമിയും, അതായത് കർബി ആങ്ലോങ് പീഠഭൂമിയും അതിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഇത് എവിടെയൊക്കെ കിടക്കുന്ന ഒരു ജോഗ്രഫിക് സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്തെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ മാൾഡ ഭ്രംശതലമാണ്. ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തെ എന്തിൽ നിന്ന് വേർതിരിക്കുന്നു? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണ്? പശ്ചിമ ബംഗാളിലെ മാൾഡ ഭ്രംശതലമാണ്. ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ ഭാഗമായവയാണ് രാജസ്ഥാനിലെ മരുഭൂമിയും മരുപ്രദേശങ്ങളും. ഉപദ്വീപ് പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത് വളരെ പഴക്കം ചെന്ന ഗ്രാനൈറ്റും നൈസും ചേർന്നാണ്. ഇതൊക്കെ ഇനി വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. ഉപദ്വീപ് എന്തൊക്കെ കൊണ്ടാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്? വളരെ പഴക്കം ചെന്ന ഗ്രാനൈറ്റും നൈസും ചേർന്നാണ്. കാംബ്രിയൻ കാലഘട്ടം മുതൽ ഉപദ്വീപ് ഒരു ദൃഢമായ ശിലാഖണ്ഡമായി നിലനിൽക്കുന്നു. ഏത് കാലഘട്ടം? കാംബ്രിയൻ കാലഘട്ടം മുതൽ നമ്മുടെ ഉപദ്വീപ് എന്ന് പറയുന്നത് ഒരു ദൃഢമായ ശിലാഖണ്ഡമാണ്. ഉപദ്വീപിൻ്റെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ ചില ഭാഗങ്ങൾ കടലിൽ താഴ്ന്നു പോയിട്ടുണ്ട്. ചില പ്രദേശങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നു.
ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിൻ്റെ ഭാഗമായ പ്രദേശമാണ് ഉപദ്വീപീയ ഖണ്ഡം. ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിൻ്റെ ഭാഗമാണ് ഏത്? ഉപദ്വീപീയ ഖണ്ഡം. സത്പുരഖണ്ഡ പർവ്വതവും മഹാനദി, താപ്തി, നർമ്മദ എന്നീ നദികളുടെ ഭ്രംശ താഴ്വരകളും ഇതിന് എക്സാമ്പിളാണ്. ഉപദ്വീപീയ ഖണ്ഡത്തിന് ഉദാഹരണമാണ് സത്പുരഖണ്ഡ പർവ്വതം, മഹാനദി, താപ്തി, നർമ്മദ നദികളുടെയൊക്കെ ഭ്രംശ താഴ്വരകളും. വിവിധ ലംബതല ചലനങ്ങൾക്കും ശിലാഖണ്ഡ ഭ്രംശനത്തിനും, അതായത് ബ്ലോക്ക് ഫോൾഡിംഗ് എന്നാണ് പറയുക, ഇതിനും ഇവ വിധേയമാകുന്നുണ്ട്. ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന പ്രധാന അവശിഷ്ട പർവ്വതങ്ങളാണ് ആരവല്ലിക്കുന്നുകൾ. ആരവല്ലിക്കുന്ന് ഏതുതരം പർവ്വതമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അവശിഷ്ട പർവ്വതത്തിന് എക്സാമ്പിളാണ്. നല്ലമലൈ, ജാവടി, വേലിക്കൊണ്ട, പാൽക്കൊണ്ട, മഹേന്ദ്രഗിരി ഇതൊക്കെ ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന അവശിഷ്ട പർവ്വതങ്ങൾക്ക് എക്സാമ്പിളാണ്. ഉപദ്വീപീയ മലനിരകളിൽ നിന്ന് ധാരാളം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഇവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ അധികവും ബംഗാൾ ഉൾക്കടലിന് എത്തുന്നതിന് മുന്നായിട്ട് ഡെൽറ്റകൾ നിർമ്മിക്കുന്നു. അപ്പോൾ നമുക്കറിയാം കിഴക്കൻ തീരസമതലം എന്ത് ചെയ്യുന്നുണ്ട്? ഡെൽറ്റകൾ സൃഷ്ടിക്കുന്ന നദികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഉപദ്വീപീയ മലനിരകളിൽ നിന്ന് ധാരാളം നദികൾ ഉത്ഭവിച്ചിട്ട് എങ്ങോട്ട് ഒഴുകുന്നു? കിഴക്കോട്ട് ഒഴുകുന്നു. അപ്പോൾ ഈ നദികളിൽ അധികവും ബംഗാൾ ഉൾക്കടലിന് എത്തുന്നതിന് മുന്നായിട്ട് എന്ത് ചെയ്യുന്നു? ഡെൽറ്റകൾ നിർമ്മിക്കുന്നു. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഡെൽറ്റകൾ നിർമ്മിക്കുന്നത് കിഴക്കോട്ടൊഴുകുന്ന നദികളായിട്ടുള്ള ഗോദാവരി, കാവേരി, കൃഷ്ണ, മഹാനദി എന്നിവയാണ്. അപ്പോൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗോദാവരി, കാവേരി, കൃഷ്ണ, മഹാനദി എന്നിവയാണ്. ഈ പ്രദേശത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നദീ താഴ്വരകൾ ആഴം കുറഞ്ഞവയും നേരിയ ചരിവോട് കൂടിയവയുമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉപദ്വീപീയ ഖണ്ഡവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. അതായത് നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? ഒന്നുകൂടെ ഒന്ന് നോക്കാമേ. അപ്പോൾ ഉപദ്വീപീയ ഖണ്ഡത്തിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ ഒരു ഫോർമേഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ വടക്കതിരെന്താണ്, പടിഞ്ഞാറതിരെന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കി. ഇനി ഇത് രൂപപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്? ഇത് രൂപപ്പെട്ടിരിക്കുന്നത് വളരെ പഴക്കം ചെന്ന ഗ്രാനൈറ്റും നൈസും ചേർന്നാണ്. അതുപോലെ തന്നെ ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിൻ്റെ ഭാഗമായ പ്രദേശമാണ് ഉപദ്വീപീയ ഖണ്ഡം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പർവ്വതങ്ങളാണ് ആരവല്ലി, നല്ലമല, ജാവടി, വെള്ളിക്കൊണ്ട, പാൽക്കൊണ്ട, മഹേന്ദ്രഗിരി. അതുപോലെ ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ധാരാളം നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? ബംഗാൾ ഉൾക്കടലിൽ എത്തുന്നതിന് മുന്നായിട്ട് ഡെൽറ്റകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഡെൽറ്റകൾ നിർമ്മിക്കുന്നതാണ് ഏതൊക്കെ നദികൾ? ഗോദാവരി, കാവേരി, കൃഷ്ണ, മഹാനദി എന്നിവയാണ്. ഈ നദീ താഴ്വരകൾ ആഴം കുറഞ്ഞവയും നേരിയ ചരിവോട് കൂടിയവയുമാണ്. നമുക്ക് അടുത്തൊരു സെക്ഷൻ പഠിക്കാം. ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും. ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളുടെയും പ്രത്യേകതകൾ എന്താ? ഭൗമഘടനയിൽ പ്രായം കുറഞ്ഞതും കാഠിന്യം കുറഞ്ഞതും എന്നാൽ മാറ്റങ്ങൾക്ക് വിധേയമുള്ളവയാണ്. അത് മാറ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഹിമാലയൊക്കെ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഭൗമഘടനയിൽ പ്രായം കുറഞ്ഞതാണ്, കാഠിന്യം കുറവാണ്, മാറ്റങ്ങൾക്കിത് വിധേയമാണ്. ഇവ അന്തർജന്യവും ബാഹ്യജന്യവുമായ ബലങ്ങളുടെ പരസ്പര പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്നു. ഇത് ഭ്രംശം, വലനം, സമ്മർദ്ദതലം എന്നിവയുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. അപ്പോൾ ഭ്രംശം സംഭവിക്കുന്നത് അല്ലെങ്കിൽ വലനം, സമ്മർദ്ദതലമൊക്കെ എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ഹിമാലയവും അല്ലെങ്കിൽ മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളിലുമാണ് എന്ത് സംഭവിക്കുക? ഭ്രംശം, വലനം, സമ്മർദ്ദം അതൊക്കെ നടക്കുന്നത്. ഈ പർവ്വത പ്രദേശങ്ങളെല്ലാം തന്നെ ടെക്ടോണിക് ജന്യങ്ങളാണ്. ഈ പർവ്വതങ്ങളെല്ലാം യുവത്വഘട്ടത്തിലുള്ളതും ദ്രുതഗതിയിലുള്ളതുമായ നദികൾ മുറിച്ചുകൊണ്ട് ഒഴുകുന്നു. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് ഗിരികന്ധരങ്ങൾ, വീരൂപ താഴ്വരകൾ, ചെറുവെള്ളച്ചാട്ടങ്ങൾ അതൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. ചെറുവെള്ളച്ചാട്ടങ്ങളാണ് റാപ്പിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ വെള്ളച്ചാട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഡെൽറ്റകൾ എവിടെയായിരുന്നു? ഉപദ്വീപീയ ഖണ്ഡത്തിലാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവുന്നു? ഗിരികന്ധരങ്ങൾ, വിരൂപ താഴ്വരകൾ, ചെറുവെള്ളച്ചാട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ. അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം. ഇൻഡോ ഗംഗാ ബ്രഹ്മപുത്ര പ്ലെയിൻ എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ മൂന്നാമത് ഭൗമ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമതല പ്രദേശമാണ് സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര നദികൾ രൂപപ്പെടുത്തിയ സമതലങ്ങൾ. ഇവ യഥാർത്ഥത്തിലൊരു ഭൂ അഭിനിധിയാണ്. സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം പൂർണ്ണ വികാസം പ്രാപിച്ച കാലഘട്ടം 64 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയത്തിൻ്റെ രൂപീകരണത്തിലെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇത് എന്ത് ചെയ്തത്? ഒരു പൂർണ്ണ വികാസം പ്രാപിച്ചത്. ഏത്? സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം ഒരു പൂർണ്ണ വികാസം പ്രാപിച്ച കാലഘട്ടം ചോദിച്ചാൽ 64 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഈ നമ്മുടെ ഹിമാലയത്തിൻ്റെ രൂപീകരണത്തിലെ മൂന്നാമത്തെ ഘട്ടത്തിലാണെന്ന് ഓർക്കാം.
ഈ സമതലത്തിലെ അവസാദ നിക്ഷേപങ്ങളുടെ കനം ഏകദേശം 1000 to 2000 മീറ്റർ വരെ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് ഭൂരൂപങ്ങളുടെയും ഭൂമിയിലെ ഘടനയുടെയും അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ 3 ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് ഭൂപ്രകൃതിയെ പറ്റി പഠിക്കാം. ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി എന്നത് ആ പ്രദേശത്തിൻ്റെ ഘടന, ഭൗമ പ്രക്രിയകൾ, പരിണാമഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലങ്ങളാണ്. ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ മുഖ്യ സവിശേഷത അതിൻ്റെ വൈവിധ്യമാണ്. ഇന്ത്യയുടെ വടക്ക് നിമ്നോന്നതമായ ഭൂപ്രകൃതിയാണുള്ളത്. അതായത് കൊടുമുടികളും താഴ്വരകളും ആഴത്തുള്ള ഗിരികന്ധരങ്ങളും അടങ്ങുന്ന പർവ്വതനിരകളും ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ തെക്ക് എങ്ങനെയായിരിക്കും? ഉറച്ച പീഠഭൂമികളാണ്. വടക്കപ്പം എന്താണെന്ന് പറഞ്ഞത്? നിമ്നോന്നതമായ ഭൂപ്രകൃതിയാണല്ലോ. എല്ലാം ഉണ്ട് അവിടെ. കൊടുമുടികൾ, താഴ്വരകളും ആഴത്തുള്ള ഗിരികന്ധരങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തെക്ക് എന്ന് പറയുമ്പോൾ കൂടുതൽ എന്താണ്? പീഠഭൂമികളാണ്. വൻതോതിൽ മുറിക്കപ്പെട്ട പീഠഭൂമികൾ, ആവർത്തനത്തിന് വിധേയമായ ശിലകൾ ഉണ്ടാവും, കുത്തനെയുള്ള ചരിവുകളുള്ള നിരകൾ, അതൊക്കെ അവിടെ കാണപ്പെടുന്നുണ്ട്. ഭൂപ്രകൃതിയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭൂപ്രകൃതിയെ നമുക്ക് തരംതിരിച്ചിരിക്കുന്നത് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ, വടക്കൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. നമുക്കിപ്പോൾ 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഈ സെയിം കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസിഫിക്കേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്നുകൂടെ നോക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭൂപ്രകൃതിയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ എന്താണെന്ന് നോക്കാം. ഹിമാലയ പർവ്വതവും കിഴക്കൻ കുന്നുകളും ഉൾപ്പെടുന്ന വിഭാഗമാണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. സമാന്തരമായ പർവ്വതങ്ങളുടെ നിരയാണ് ഹിമാലയത്തിനുള്ളത് അല്ലേ. ഹിമാലയത്തിൻ്റെ ഭാഗമായ പ്രധാന പർവ്വത നിരകളാണ് ഗ്രേറ്റർ ഹിമാലയ പർവ്വതനിരയുണ്ട്, മധ്യ ഹിമാലയമുണ്ട്, അതുപോലെ സിവാലിക്കുണ്ട്. ഗ്രേറ്റർ ഹിമാലയ ഉണ്ട്, മധ്യ ഹിമാലയ ഉണ്ട്, സിവാലിക്കുണ്ട്. ഗ്രേറ്റ് ഹിമാലയവും ട്രാൻസ് ഹിമാലയ നിരകളും ഉൾപ്പെടുന്നതിനെയാണ് ഗ്രേറ്റർ ഹിമാലയ പർവ്വതനിര എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഹിമാലയ ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ് ഹിമാലയ നിരകളും ചേർന്നതാണ്. ട്രാൻസ് ഹിമാലയ എന്നാണ് കാരക്കോറം, ലഡാക്ക്, സസ്കറാണ്. അതിൻ്റെ കൂടെ ഗ്രേറ്റ് ഹിമാലയം അഥവാ ഹിമാദ്രിയും കൂടി ചേരുമ്പോഴാണ് എന്താവുന്നത്? ഗ്രേറ്റർ ഹിമാലയ പർവ്വതനിരയായിട്ട് വരുന്നത്. ഈ പർവ്വതങ്ങളുടെ പ്രധാന ക്രമീകരണം നടക്കുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്കായിരിക്കും. ഡാർജിലിംഗ്, സിക്കിം പ്രദേശങ്ങളിൽ ഹിമാലയം സ്ഥിതി ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും. അത് അരുണാചൽ പ്രദേശിലെത്തുമ്പോഴത്തേക്ക് എങ്ങനെയാവും? തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറായിട്ട് മാറുന്നു. ഇനി നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാമിലെത്തുമ്പോഴോ അത് വടക്ക് തെക്കായിട്ടാണ് മാറുന്നത്. ഗ്രേറ്റ് ഹിമാലയ പർവ്വതനിര അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മധ്യനിര എന്ന് പറയുന്നു. ഗ്രേറ്റ് ഹിമാലയ പർവ്വതനിരയ്ക്ക് കിഴക്ക് നിന്ന് പടിഞ്ഞോട്ടുള്ള ഏകദേശം നീളം 2500 കിലോമീറ്റർ നീളമുണ്ട്. അതുപോലെ വടക്ക് നിന്ന് തെക്കോട്ടുള്ള വീതി ചോദിച്ചാൽ 160-400 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ വീതിയുള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്കും ഇടയിലാണ് ഹിമാലയ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം നമുക്കറിയാം താഴെയുള്ളൊരു ട്രയാങ്കിൾ ഷേപ്പ് ആണ് ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനും മധ്യ കിഴക്കൻ ഏഷ്യയ്ക്കും അല്ലെങ്കിൽ രാജ്യങ്ങൾക്കും ഇടയിലായിട്ടാണ് ഹിമാലയം വരുന്നത്. ഭൂപ്രകൃതി, പർവ്വതനിരകളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 5ആയിട്ട് പിന്നെയും തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഹിമാലയം, ഹിമാചൽ അഥവാ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ്, സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്നാണ് 10th പ്രിലിംസിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഈ മേളിൽ കാണുന്നതാണ് പാമീർ കുന്നുകൾ, ഹിന്ദുക്കുഷ്, കുൻലുൻ, ഇതെല്ലാം കാരക്കോറം, ലഡാക്ക്, സസ്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്ക് ഉണ്ടോ. ഇതൊക്കെ ഈ ഡോട്ടായിട്ട് ഇട്ടിരിക്കുന്ന എല്ലാം എന്താണ്? ഹിമാലയത്തിൻ്റെ ഡയറക്ഷനാണ്. നമ്മൾ പറഞ്ഞു നാഗാലാൻഡിലേക്ക് വരുമ്പോഴത്തേക്കും ഹിമാലയം വടക്ക് തെക്കായിട്ടാണ്. കണ്ടോ, നാഗാലാൻഡ് ഹില്ലിൽ എങ്ങനെയാണ്? ഹിമാലയം വടക്ക് തെക്കായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുക. കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഹിമാലയം. ഹിമാലയം തന്നെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. ഈ ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർപഞ്ചൽ. ഗ്രേറ്റ് ഹിമാലയത്തിനും പീർപഞ്ചൽ പർവ്വതനിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ തടാകം ദാൽ തടാകം. ക്വസ്റ്റ്യൻ വന്നായിരുന്നു. എന്താണ്? ഗ്രേറ്റ് ഹിമാലയത്തിനും പീർപഞ്ചൽ പർവ്വതനിരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ തടാകമാണ് ദാൽ തടാകം. ഗ്രേറ്റ് ഹിമാലയത്തിനും പീർപഞ്ചലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര.
ദക്ഷിണേഷ്യയിലെ പ്രധാനപ്പെട്ട ഹിമാനികളും കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗവുമായ ഹിമാനികളാണ് സിയാച്ചിനും ബോൾതാരോ ഹിമാനി. കുങ്കുമ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരേവ മണ്ണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണല്ലേ. കുങ്കുമ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരേവ മണ്ണ്. ഈ കരേവ മണ്ണിനും പ്രധാനമായി കാണുന്ന ഹിമാലയത്തിലെ ഒരു ഭാഗമാണ് കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയത്തിലെ ചുരങ്ങളൊന്ന് പഠിച്ചാലോ. സോജില എവിടെയാ? ഗ്രേറ്റ് ഹിമാലയത്തിലാണ് സോജില. എവിടെയാണ്? ഗ്രേറ്റ് ഹിമാലയത്തിലാണ്. ബെനിഹാൽ എവിടെയാ? പീർ പഞ്ചലിലാണ് അല്ലേ. ബെനിഹാൽ പീർ പഞ്ചലിലാണ്. ഫോട്ടുല സസ്കർ പർവ്വതനിരയിലാണ്. ഫോട്ടുല സസ്കർ. കർദുങ്ല ലഡാക്കിലാണ്. ഇതെല്ലാം കാശ്മീരിലുള്ള ചുരങ്ങളാണ്. ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പഠിച്ചേക്കാം. കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങൾ ഏതാണ്? ലവണജല തടാകങ്ങൾ ഏതാണ്? ഇതും ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഏതാണ് ശുദ്ധജല തടാകങ്ങൾ? ദാൽ, വൂളാർ എല്ലാം ശുദ്ധജല തടാകങ്ങളാണ്. ഓപ്ഷനിൽ ദാൽ, വൂളാറൊക്കെ ഉണ്ടായിരുന്നു. അവർ ചോദിച്ചെന്താണ്? ലവണജലമായിരുന്നു ചോദിച്ചത് അല്ലേ. അപ്പോൾ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? ദാൽ, വൂളാറാണ്. ലവണജലമാണ് പാങ്കോങ്സോയും സോമോരിരിയും. പാങ്കോങ്സോ, സോമോരിരിയൊക്കെ എന്താ? ലവണജല തടാകങ്ങളാണ്. എന്താണ് കരേവ മണ്ണ്? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കരേവ മണ്ണ്. ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകൾക്കൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റ് വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപമാണ് കരേവ മണ്ണ്. അപ്പോൾ കരേവ എന്ന് പറയുന്നത് ഹിമാനിയുടെ ഒരു നിക്ഷേപണ ഭൂരൂപമായിട്ട് നമുക്ക് കണക്കാക്കാം. ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളും അതിൻ്റെ കൂടെ ഹിമാനി കളിമണ്ണും ചേർന്ന് അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളൊക്കെ ചേർന്നിട്ടുണ്ടാവുന്നൊരു കനമേറിയ നിക്ഷേപമാണ് കരേവ മണ്ണ്. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് സിന്ധു, അതിൻ്റെ പോഷക നദികളായ ചിനാബ്, ചലം. ചിനാബും ചലമൊക്കെ കാശ്മീരിൽ കാണുന്ന നദികളാണ്. കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് വൈഷ്ണോ ദേവി ക്ഷേത്രം, അമർനാഥ് ഗുഹ, ചരാർ ഇ ഷെരീഫ് ഒക്കെ അവിടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ചലം നദി. ഇതും ചോദിച്ചിട്ടുണ്ട്. ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണ്? ചലം നദിയുടെ തീരത്താണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന ചലം നദി യുവത്വഘട്ടത്തിലാണെങ്കിൽ പോലും ഈ മേഖലയിൽ വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നു. അപ്പോൾ വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചലം നദിയാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒറ്റ ചാപ്റ്ററിൽ നിന്ന് തന്നെ എന്തോരം ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന ചലം നദി യുവത്വഘട്ടത്തിലാണെങ്കിൽ പോലും ഈ മേഖലയിൽ വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നു. കാശ്മീർ ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കു ഭാഗത്തായി കാണപ്പെടുന്ന ദൈർഘ്യമേറിയ താഴ്വരകളാണ് ഡൂണുകൾ. പ്രധാനപ്പെട്ട ഡൂണുകളാണ് ജമ്മു ഡൂൺ, പഥാൻകോട്ട് ഡൂൺ. അപ്പോൾ എന്താ കഴിഞ്ഞത്? നമ്മൾ കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഹിമാലയമാണ് പഠിച്ചത്. കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഹിമാലയം. നെക്സ്റ്റ് ആണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളിക്കും ഇടയിലാണ് എന്ത്? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം ഉള്ളത്. ഗാഗ്ര നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് കാളി നദി. ഗാഗ്ര നദിയുടെ പോഷക നദി ഏതാണ്? കാളി നദിയാണ്. വളരെ കാലങ്ങൾക്ക് മുന്നേ നിലനിന്നിരുന്ന ഒരു വിശാല തടാകത്തിൻ്റെ ഭാഗമായ ഇന്നത്തെ ദാൽ തടാകം പ്രാദേശിക അടിസ്ഥാന നിരപ്പ് ആയി പ്രവർത്തിക്കുന്നതിന് കാരണമാണ് കാശ്മീർ താഴ്വരയിൽ ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ വക്രവലയങ്ങളെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ്? വളരെ കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന വിശാല തടാകത്തിൻ്റെ ഭാഗമായ ഇന്നത്തെ ദാൽ തടാകം ഒരു ബേസ് ലെവലായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്താ കാശ്മീർ താഴ്വരയിൽ ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് വക്രവലയം അഥവാ മിയാണ്ടേഴ്സ് എന്താണെന്ന് നോക്കാം. നദിയുടെ നീരൊഴുക്ക് കാരണം ഭൂരൂപങ്ങളുടെ പരിണാമത്തിൽ വിവിധ ഘട്ടങ്ങളിൽ രൂപം കൊള്ളുന്ന സവിശേഷ ഭൂരൂപങ്ങളാണ് വക്രവലയം. ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട നദികളാണ് രവി, ബിയാസ്, സത്ലജ്. സിന്ധുവിൻ്റെ പോഷക നദികളാണ് ഇവയെല്ലാം. രവി, ബിയാസ്, സത്ലജ് ഒക്കെ പ്രധാനപ്പെട്ട നദികളാണ്. അതുപോലെ യമുന, ഘാഗ്ര, ഗംഗയുടെ പോഷക നദികളും ഈ പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു നദിയാണ്. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹങ്ങൾ അല്ലെങ്കിൽ നീരൊഴുക്കുകളാണ് സിന്ധുവിൻ്റെയും ഗംഗയുടെയും. ലാഹുൽ സ്പിതി ജില്ലയിലെ സ്പിതി റവന്യൂ സബ് ഡിവിഷനിൽ ഉൾപ്പെടുന്ന ഹിമാചൽ ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗം ലഡാക്ക് ശീതഭൂമികളുടെ തുടർച്ചയാണ്. വടക്ക് നിന്നും തെക്ക് ദിശയിലേക്കാണ് ഗ്രേറ്റ് ഹിമാലയൻ നിര, ലെസ്സർ ഹിമാലയം, ഷിവാലിക് എന്നിവ ഈ ഉപവിഭാഗങ്ങളും വ്യക്തമായിട്ട് കാണപ്പെടുന്നത്. പ്രാദേശികമായി ഹിമാചൽ പ്രദേശിൽ ദൗലധാർ എന്നും ഉത്തരാഖണ്ഡിൽ നാഗ്തിബ എന്നും അറിയപ്പെടുന്ന ഒരു പർവ്വതനിരയാണ് ലെസ്സർ ഹിമാലയ. എന്താ ലെസ്സർ ഹിമാലയ? ഹിമാചലിനെയാണ് ലെസ്സർ ഹിമാലയ എന്ന് പറയുന്നത്.
അത് പ്രാദേശികമായിട്ട് ഹിമാചൽ പ്രദേശ് അറിയപ്പെടുന്ന പേരാണ് ധൗളധാർ. അതുപോലെ ഉത്തരാഖണ്ഡിലെ നാഗ്തിബ. ഇതും ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ഹിമാചൽ ഏത് പേരിലാണ് ഉത്തരാഖണ്ഡിൽ അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ നാഗ്തിബ എന്നും അതുപോലെ തന്നെ ധൗളധാർ എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശിലുമാണ്. അടുത്തൊരു ഭൂവിഭാഗമാണ് ശിവാലിക്. ഡെറാഡൂണിനടുത്ത് സിവാവല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമസ്ഥലങ്ങളിൽ നിന്നാണ് ശിവാലിക് എന്ന പദം ഉണ്ടായത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ രാജകീയ സർവേയുടെ ആസ്ഥാനമായിരുന്ന ഡെറാഡൂൺ പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ സർവേ വിഭാഗമായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമായിട്ട് മാറി. ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് വികസിപ്പിച്ചെടുത്ത ഈ പ്രദേശത്തെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ് ധർമ്മശാല, മുസോറി, ഷിംല, കൗസാനി. ലെസർ ഹിമാലയത്തിൽ 1000 മീറ്ററിനും 2000 മീറ്ററിനും ഇടയിൽ ഉയരമുള്ളവയാണ് ഈ പ്രദേശങ്ങൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പ്രദേശത്ത് വികസിപ്പിച്ച പ്രധാന ഹെൽത്ത് റിസോർട്ടുകളും അതുപോലെ കന്റോൺമെൻറ്റ് പട്ടണങ്ങളാണ് സിംല, മുസോറി, കസോളി, അൽമോറാൻ, ലാൻസ്ഡോൺ, റാണിക്രേറ്റക്. ഇതൊന്നും വേണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾ ഇത് വായിച്ചിട്ട് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം ഇതിൽ നിന്ന് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കളക്ട് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയ പ്രദേശത്തിൻ്റെ 2 ഭൂപ്രകൃതി സവിശേഷതകളാണ് ശിവാലിക്കും ഡൂണുകളും. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലുള്ള ഭൂപ്രകൃതി സവിശേഷത ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിവാലിക്കും അതുപോലെ തന്നെ ഡൂണുകളുമാണ്. അവിടെ ഉണ്ടാവുന്ന ഡൂണുകളാണ് ചണ്ഡീഗഡ്, കൽക്ക ഡൂൺ, നാഗാഗഡ് ഡൂൺ, ഡെറാഡൂൺ, ഹരിക്കെ ഡൂൺ, കോട്ട ഡൂൺ. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിൻ്റെ ഭാഗമായ ഏറ്റവും വലിയ ഡൂണാണ് ഡെറാഡൂൺ. ഡെറാഡൂണിൻ്റെ ഏകദേശം വലിപ്പം 35-45 കിലോമീറ്റർ നീളവും 22-25 കിലോമീറ്റർ വീതിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡെറാഡൂൺ എവിടെയാണ്? ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിൻ്റെ ഭാഗമായ ഏറ്റവും വലിയ ഡൂണാണ് ഡെറാഡൂൺ എന്ന് പഠിച്ചു വെച്ചേക്കാം. ഗ്രേറ്റ് ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ അധിവസിക്കുന്ന പ്രധാന ഗോത്രവർഗമാണ് ബോട്ടിയ. അപ്പോൾ ഈ ബോട്ടിയ എന്ന് പറയുന്ന ഗോത്രവർഗം എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ ഗ്രേറ്റ് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ അധിവസിക്കുന്ന ഗോത്രവർഗമാണ്. ഈ ഗോത്രവർഗം വേനൽ മാസങ്ങളിൽ ഉയർന്ന പർവ്വത ചെരുവുകളിലെ പുൽമേടുകളിലേക്കും, അതായത് അവിടുത്തെ പുൽമേടുകളെ ബുഗ്യാലുകൾ എന്നാണ് പറയുന്നത്, ശൈത്യകാലത്തിൽ നിന്ന് താഴ്വരയിലേക്കും ദേശാടനം നടത്തുന്നവയാണ്. ഈ പ്രദേശത്തിൻ്റെ ഭാഗമായ പ്രസിദ്ധമായ താഴ്വരയാണ് പൂക്കളുടെ താഴ്വര, വാലി ഓഫ് ഫ്ലവേഴ്സ്. ഈ ഹിമാലയ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരിനാഥ്, ഹേമകുണ്ട് സാഹിബ്. ഈ പ്രദേശം പ്രസിദ്ധമായ പഞ്ചപ്രയാഗങ്ങളുടെ സംഗമസ്ഥാനം, അതായത് നദികളുടെ സംഗമസ്ഥാനത്തിനെയാണ് പഞ്ചപ്രയാഗ്. ഇതാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അതപ്പോൾ ഏത് ഹിമാലയത്തിൻ്റെ സബ് ഡിവിഷനിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. ഇതായിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഈ പ്രദേശം പ്രസിദ്ധമായ പഞ്ചപ്രയാഗങ്ങളുടെ പേരിലും അറിയപ്പെടുന്നു. ഏത് പ്രദേശമാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയമാണ് അല്ലേ. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? പഞ്ചപ്രയാഗുകൾ കാണപ്പെടുന്നത്. ഡാർജിലിംഗ്, സിക്കിം ഹിമാലയം നോക്കാം. അതിൻ്റെ അതിർത്തികളാണ് നേപ്പാൾ ഹിമാലയം പടിഞ്ഞാറായിട്ടും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയം വരുന്നുണ്ട്. അപ്പോൾ നേപ്പാൾ ഹിമാലയത്തിൻ്റെയും ഭൂട്ടാൻ ഹിമാലയത്തിൻ്റെ ഇടയ്ക്ക് എന്ത് വരുന്നു? ഡാർജിലിംഗ്, സിക്കിം ഹിമാലയം വരുന്നു. താരതമ്യേന വിസ്തൃതി കുറഞ്ഞതാണെങ്കിലും ഹിമാലയത്തിൻ്റെ പ്രധാനമായൊരു ഭാഗമാണ് ഡാർജിലിംഗ്, സിക്കിം ഹിമാലയം. ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാൽ അറിയപ്പെടുന്ന പ്രദേശമാണ് ഡാർജിലിംഗ്, സിക്കിം ഹിമാലയം. ഈ ഹിമാലയ ഭാഗത്തിൻ്റെ പ്രസിദ്ധമായ കൊടുമുടിയാണേത്? കാഞ്ചൻജംഗ. അപ്പോൾ കാഞ്ചൻജംഗ ഇനി എവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഡാർജിലിംഗ്, സിക്കിം ഹിമാലയത്തിലാണ്. ഈ പ്രദേശത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ അധിവസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരാണ് ലെച്പ. ഡാർജിലിംഗ് ഹിമാചൽ നേപ്പാളികൾ, ബംഗാളികൾ, മധ്യേന്ത്യയിൽ നിന്നുള്ള ഗോത്രവർഗ്ഗക്കാർ തുടങ്ങിയവർ സമ്മിശ്രമായിട്ട് അധിവസിക്കുന്നു. അപ്പോൾ ലെച്പ ഗോത്രവിഭാഗം എവിടെയാണത്? നമ്മുടെ സിക്കിം, ഡാർജിലിംഗ്, സിക്കിം ഹിമാലയത്തിലാണ്. ബ്രിട്ടീഷുകാർ ഈ പ്രദേശങ്ങളിൽ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിക്കാനുള്ള പ്രധാന കാരണങ്ങൾ അതിനൊരു ചരിവുണ്ട്, ആ പ്രദേശത്തിനൊരു ചരിവുണ്ട്, ഉയർന്ന ജൈവാംശമുള്ള മണ്ണിൻ്റെ ആവരണമുണ്ട്, മൃദുവായ ശീതകാലം, വർഷം മുഴുവൻ കൃത്യമായ മഴ ലഭ്യത ലഭിക്കുന്നുണ്ട്, പിന്നെന്താ ശിവാലിക് സ്ഥലത്തിന് പകരമുള്ള ദ്വാർ സ്ഥലത്തിൻ്റെ സാന്നിധ്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ തേയില കൃഷി നടക്കുന്നത്. വിവിധതരം ഓർക്കിഡുകൾക്ക് പ്രസിദ്ധമായ ഹിമാലയ ഭാഗമാണ് ഡാർജിലിംഗ്, സിക്കിം ഹിമാലയം. അതുപോലെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് എന്ത്? കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നു. ലെപ്ച ഗോത്രവിഭാഗം എവിടെയാണ്? ഡാർജിലിംഗിലാണ്, ഓർക്കിഡുകൾക്ക് പ്രസിദ്ധമാണ്. അടുത്താണ് അരുണാചൽ ഹിമാലയം. ഭൂട്ടാൻ ഹിമാലയത്തിന് കിഴക്ക് മുതൽ ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നു. പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്ന ദിശ തെക്കു പടിഞ്ഞാറ് മുതൽ വടക്കു ദിശയിലാണ്.
ഈ ഹിമാലയ ഭാഗത്തിൻ്റെതായ പ്രധാന കൊടുമുടികളാണ് കങ്തു, നംച, ബർവ. വടക്ക് നിന്ന് തെക്കോട്ട് ഇവയെ മുറിച്ചുകൊണ്ടൊഴുകുന്ന വേഗതയേറിയ നദികൾ ഇവയ്ക്ക് കുറുകെ ആഴമേറിയ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ അരുണാചൽ ഹിമാലയത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? നദികൾ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ബ്രഹ്മപുത്ര നദി നംച ബർവ പർവ്വതത്തെ മുറിച്ചുകൊണ്ട് ആഴമേറിയ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അരുണാചൽ ഹിമാലയത്തിൻ്റെ ഭാഗമായ പ്രധാന നദികൾ ഏതൊക്കെയാ? സുബാൻസിരി, കാമെങ്, ദിഹാങ്, ദിബാങ്, ലോഹിത്. ഇതെല്ലാം ഉയർന്ന ജലപതന തോതുള്ള വറ്റാത്ത നദികളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്? ജലവൈദ്യുത ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഡാമുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അരുണാചൽ ഹിമാലയത്തിൽ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തനത് ഗോത്ര സമൂഹങ്ങളാണ് മോൺപ, ഡഫ്ല, അബ്ബോർ, മിഷ്മി, നിഷി, നാഗന്മാർ. ഈ പ്രദേശങ്ങളിലെ ഗോത്രവർഗ്ഗക്കാർ പിന്തുടരുന്ന കൃഷിരീതിയാണ് ജുമ്മിങ്. ഇത് അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അരുണാചൽ പ്രദേശിലെ ഗോത്രവർഗ്ഗക്കാർ പിന്തുടരുന്ന കൃഷിരീതി ഏതാണെന്ന് ചോദിക്കാം. ജുമ്മിങ് ആണ്. ചോദിച്ചിട്ടുണ്ട്, ഇത് പ്രീവിയസ് ആണ്. സ്ഥാനാന്തര കൃഷി അഥവാ വെട്ടിച്ചുട്ട് കൃഷി എന്നിവയുടെ ഒരു വകഭേദമാണ് ജുമ്മിങ് എന്ന് പറഞ്ഞാൽ. ഡാർജിലിംഗ്, സിക്കിം ഹിമാലയവും അരുണാചൽ ഹിമാലയത്തിൻ്റെയും ശ്രദ്ധേയമായ പ്രത്യേകത എന്താ? ശിവാലിക് സ്ഥലത്തിൻ്റെ ഒരു അഭാവം ഇവിടെയുണ്ട്. ശിവാലിക് സ്ഥലത്തിന് പകരം ഇവിടെ എന്തുണ്ട്? ദ്വാർ സ്ഥലങ്ങളുണ്ട്. അരുണാചൽ ഹിമാലയത്തിലെ ദുർഘടമായ ഭൂപ്രകൃതി മൂലം താഴ്വരകൾ തമ്മിലുള്ള ഗതാഗത ബന്ധങ്ങൾ കുറവാണ്. അരുണാചൽ അസം അതിർത്തിയിലുള്ള ആശയവിനിമയം സാധ്യമാകുന്നത് ഈ പറയുന്ന ദ്വാർ മേഖലയിലൂടെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കിഴക്കൻ ഹിമാലയത്തിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ഇമേജ്. കിഴക്കൻ ഹിമാലയത്തിനെ പറ്റിയിട്ടാണ്. കണ്ട, ഗ്രേറ്റ് ഹിമാലയാസ് പോകുന്നു. കിഴക്കൻ കുന്നുകളാണിത്. കണ്ട, ഗാസി, ഗാരോ, ജയന്തിയ, മീസോ, നാഗ, പത്കായ്ബും കുന്നുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നംച, ബർവ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ പീക്കാണ് എവറസ്റ്റ്, കാഞ്ചൻജംഗ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഹിമാലയത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ വരെയാണ് ഇപ്പോൾ പഠിച്ചെത്തിയിരിക്കുന്നത്. ഇത്രയും ഭാഗം നിങ്ങൾ കേട്ട് ഇതിൻ്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എഴുതി നോട്ടാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ക്ലാസ്സായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതായത് ഇനി പഠിക്കാനുള്ളത് കിഴക്കൻ കുന്നുകളുണ്ട്, സമതലങ്ങളുണ്ട്, അതുപോലെ തന്നെ തീരപ്രദേശങ്ങളുണ്ട്, ദ്വീപുകളുണ്ട്. എല്ലാം കൂടി ഒരൊറ്റ ക്ലാസ്സിൽ ചെയ്താൽ ഭയങ്കര ലോങ് ആയി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടത് കുറേശ്ശെ ആയിട്ട് ക്ലാസ് കണ്ടിട്ട് നോട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നതിന് നല്ലത് എന്താണ്? അതൊന്ന് വായിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.